നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ഏഷ്യ ട്രോഫി തന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വിസമ്മതിച്ചതിന് പിന്നാലെ ഏഷ്യ കപ്പ് കിരീടവുമായി മുങ്ങിയ പാകിസ്ഥാൻ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനും പാകിസ്ഥാൻ മന്ത്രിയുമായ മൊഹസിൻ നഖ്വി ലോകവേദിയിൽ അപമാനിതനായ കാഴ്ച നമ്മൾ കണ്ടതാണ്. പാകിസ്ഥാൻ താരങ്ങൾക്ക് രണ്ടാം സ്ഥാനത്തിനുള്ള മെഡലുകൾ വിതരണം ചെയ്ത ശേഷമാണ് നഖ്വി ഏഷ്യ ട്രോഫിയുമായി തന്റെ മുറിയിലേക്ക് സ്ഥലം വിട്ടത്. ഏതായാലും അതിന്റെ ദൃശ്യങ്ങളും ഇന്ത്യ അതിനോട് എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതിനെ കുറിച്ചൊക്കെ വലിയ രീതിയിൽ ചർച്ചകളും അതിന്റെ കുറെ വീഡിയോ ക്ലിപ്സ് ഒക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഏതായാലും ഇന്ത്യൻ ടീം അവിടെ ആ ഗ്രൗണ്ടിൽ കാണിച്ച ആ ഒരു ആക്ഷൻ ഉണ്ടാകുമ്പോൾ അതിന് തിരിച്ചൊരു റിയാക്ഷൻ ഉണ്ടാകുമല്ലോ, അത് കൃത്യമായിട്ട് കൊള്ളേണ്ടടുത്ത് തന്നെ കൊണ്ടിട്ടുണ്ട്. പല ആളുകളും അത് പല സ്റ്റാറ്റസ് ആയിട്ടും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ തന്നെ പല വീഡിയോകളൊക്കെ ആയിട്ട് തങ്ങളുടെ സന്തോഷം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോഴും ഏഷ്യ കപ്പ് എവിടെയാണ് എന്നുള്ളതൊരു ചോദ്യമാണ്. അതിന്റെ വിജയികളായിട്ടുള്ള ഇന്ത്യക്ക് ഇപ്പോഴും ആ കപ്പ് കയ്യിൽ കിട്ടിയിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും ഇന്ത്യ വിജയം ആഘോഷിച്ചിട്ടുണ്ട്. ഓരോ ഇന്ത്യക്കാരനും ആ വിജയം ആഘോഷിച്ചതാണ്. ഇപ്പോഴിതാ ഏഷ്യ കപ്പിലെ വിജയികളായ ഇന്ത്യക്ക് ട്രോഫി നൽകാതിരുന്ന സംഭവം ഒരു പുതിയ വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ്. ഇന്ത്യൻ ടീമിന് ഏഷ്യ കപ്പ് ട്രോഫി നൽകാൻ തയ്യാറാണെന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രിയും ഏഷ്യ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനുമായ മൊഹസിൻ നഖ്വി പറഞ്ഞിരിക്കുന്നത്. അതിന്റെ റിപ്പോർട്ടുകളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഒരു ഔപചാരിക ചടങ്ങ് സംഘടിപ്പിച്ചാൽ മാത്രമേ സൂര്യകുമാർ യാദവിനും കൂട്ടർക്കും മെഡലുകൾ ലഭിക്കൂ എന്നും അവിടെ വെച്ച് ട്രോഫിയും മെഡലുകളും കൈമാറാൻ അവസരം നൽകുമെന്നാണ് നഖ്വി സംഘാടകരെ അറിയിച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യ തന്നെ സ്വന്തം ചിലവിൽ ഒരു പരിപാടി സംഘടിപ്പിക്കണം, അവിടെ വെച്ച് മെഡലും ട്രോഫിയും കൈമാറാമെന്നാണ് മൊഹസിന്റെ നിലപാട്. എന്നാൽ BCCI ഇത് അംഗീകരിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. പാകിസ്ഥാനുമായുള്ള രാഷ്ട്രീയമായ പ്രശ്നങ്ങളെ തുടർന്നാണ് ഇത്തരമൊരു നിലപാട് ഇന്ത്യ സ്വീകരിച്ചത്. എന്നിരുന്നാലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള രാഷ്ട്രീയ ബന്ധങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അത്തരമൊരു ചടങ്ങ് ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കുറവാണ്. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് രാത്രി നടന്ന ഫൈനലിൽ പാകിസ്ഥാനെ തോൽപ്പിച്ച് ടൂർണമെന്റിലെ 9ാം കിരീടം ഇന്ത്യ നേടിയത്. അതാണ് പാകിസ്ഥാനെ ചൊടിപ്പിച്ചത്. അതിനു മുൻപ് ഇന്ത്യയും പാകിസ്ഥാനെ കളിക്കളത്തിൽ നേരിട്ട് ഏറ്റുമുട്ടിയപ്പോഴും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് പല രീതിയിലുള്ള പ്രകോപനപരമായിട്ടുള്ള പല ആക്ഷനുകളും ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെയുള്ള ഒരു മറുപടി ഇന്ത്യ കഴിഞ്ഞ ദിവസം ഏറ്റവും ഒടുവിലായി നടന്ന ഫൈനലിൽ നൽകുകയും ചെയ്തു. ഏതായാലും അതിന്റെയൊക്കെ ദൃശ്യങ്ങൾ നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ഏതായാലും അതുകൊണ്ടൊക്കെ തന്നെയാണ് മൊഹസിൻ നഖ്വിയിൽ നിന്ന് കിരീടം ഏറ്റുവാങ്ങാൻ നമ്മുടെ ഇന്ത്യൻ ടീം വിസമ്മതിച്ചത്. ഇതോടെയാണ് കപ്പുമായി നഖ്വിയും അദ്ദേഹത്തിന്റെ പ്രതിനിധിയും സ്റ്റേഡിയത്തിലേക്ക് മടങ്ങിയത്. തുടർന്ന് കപ്പില്ലാത്തതിനാൽ ഇന്ത്യൻ ടീം പ്രതീകാത്മകമായി വിജയാഘോഷം നടത്തിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ നഖ്വി ഈ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ഒരു പറയുന്ന കുറച്ച് കാര്യങ്ങൾ അതനുസരിക്കാൻ എന്തായാലും ഇന്ത്യ തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. ഏതായാലും BCCIയോട് മാപ്പ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അത്തരത്തിൽ അവിടെ നിന്ന് ആ കപ്പുമായി പോയത് അത് പാടില്ലായിരുന്നു എന്നുള്ള രീതിയിലും BCCIയോട് ഒരു മാപ്പ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കപ്പ് കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചാൽ മാത്രമേ താൻ അത് കൊടുക്കൂ, മെഡലും കപ്പും കൊടുക്കൂ എന്നും കൂടി മൊഹസിൻ നഖ്വി ഒരു നിബന്ധന മുൻപോട്ട് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ടൂർണമെന്റിലെ പ്രാഥമിക റൗണ്ടിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തോടെ തുടങ്ങിയ ഭിന്നതയാണ് ഞായറാഴ്ച രാത്രിയോടെ രൂക്ഷമായത്. ടൂർണമെന്റിന്റെ ഇടയിലുണ്ടായ പല ഭിന്നതകളിലും ഇന്ത്യക്കെതിരെ നിന്നയാൾ എന്ന് കരുതുന്ന മൊഹസിൻ നഖ്വിയിൽ നിന്ന് കിരീടം ഏറ്റുവാങ്ങില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു. നഖ്വി കിരീടം സമ്മാനിച്ചാൽ വേദിയിൽ വെച്ച് തന്നെ പ്രതിഷേധിക്കുമെന്ന് മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ടായിരുന്നു. ഈ ആശയക്കുഴപ്പത്തിൽപ്പെട്ട് സമ്മാന വിതരണം 1 മണിക്കൂറുകളോളം വൈകി. ബംഗ്ലാദേശ് ക്രിക്കറ്റ് കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം അമീനുൽ ഇസ്ലാം ബുൾബുളും ദുബായ് ക്രിക്കറ്റ് ബോർഡ് തലവൻ ഖാലിദ് അൽ സരൂനിയും വേദിയിലുണ്ടായിരുന്നു. നഖ്വി അല്ലാതെ മറ്റാര് കിരീടം തന്നാലും സ്വീകരിക്കുമെന്നും ഇന്ത്യ പറഞ്ഞിരുന്നു. ഇത് ACC അംഗീകരിച്ചില്ല. പാകിസ്ഥാന് റണ്ണറപ്പിനുള്ള പുരസ്കാരവും മികച്ച കളിക്കാർക്കുള്ള സമ്മാനങ്ങളും നൽകിയതോടെ ചടങ്ങ് അവസാനിച്ചതായി അവതാരകൻ അറിയിച്ചതായിരുന്നു. ഇതിനുശേഷം നഖ്വിക്കൊപ്പം പോയ ACC ചടങ്ങുകളുടെ ചുമതലയുള്ള ട്രോഫി കൊണ്ടുപോയെന്നാണ് പിന്നീട് റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ഏതായാലും ഇന്ത്യൻ ടീം കിരീടത്തിനൊപ്പം ഫോട്ടോയെടുക്കുന്നത് ഒഴിവാക്കാനാണ് ഇതെന്നാണ് വിലയിരുത്തുന്നത്. അതായത് ഒരു തരത്തിലും അന്നത്തെ ഒരു ദിവസം ആ ഗ്രൗണ്ടിൽ വെച്ച് അപമാനിതനായിട്ടുള്ള തനിക്കും തന്റെ രാജ്യത്തിനും ഒരു തരത്തിലും ഇന്ത്യ അന്ന് ആ കപ്പ് കൈകൊണ്ട് തുടരുത് എന്നുള്ളൊരു വാശി തന്നെയായിരുന്നു മൊഹസിൻ
നഖ്വി അന്ന് ആ കളിക്കളത്തിൽ കാണിച്ചത്. ഏതായാലും ഓരോ ഇന്ത്യക്കാരുടെ മനസ്സിലുണ്ടാ വിജയം. ഒരുപക്ഷെ കളിയൊക്കെ ലൈവായത് നന്നായി, അല്ലെങ്കിൽ ഒരുപക്ഷെ അവിടെ പോയി ഇന്ത്യയെ തോൽപ്പിച്ചാണ് ഞങ്ങൾ പാകിസ്ഥാൻ ബോയ്സ് മടങ്ങിയെത്തിയിരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല പ്രചാരണങ്ങളും നടന്നേനെ. മാത്രമല്ല, പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഭീകരവാദത്തെ തന്നെയാണ് വളർത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇപ്പോഴും POKയിലൊക്കെ നടക്കുന്നത് പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെയുള്ള വലിയ പ്രക്ഷോഭങ്ങളാണ്. ഏതായാലും അതിനിടയിലാണ് ഇത്തരത്തിൽ കളിക്കളത്തിൽ പോലും പ്രകോപനപരമായിട്ടുള്ള രീതിയിലുള്ള നീക്കങ്ങൾ പല കളിക്കാരുടെ ഭാഗത്തു നിന്ന് സംഭവിക്കുകയും ഇന്ത്യ അതിനെ തങ്ങളുടെ വിജയത്തിലൂടെ മറുപടി നൽകിയത്. ഒരു തരത്തിലും ഇന്ത്യൻ ടീം അത്തരത്തിലൊരു പ്രകോപനപരമായിട്ടുള്ള നീക്കങ്ങളൊന്നും തന്നെ നടത്തിയിട്ടില്ല. ഇന്ത്യൻ ടീം അത് നടത്താനും പോകുന്നില്ല. പക്ഷേ തിരിച്ചിങ്ങോട്ട് ചെയ്തതിനുള്ള ഒരു റിയാക്ഷൻ മാത്രമാണ് ഇന്ത്യ നടത്തിയത്. അത് തങ്ങളുടെ വിജയത്തിലൂടെ. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം നമ്മുടെ ടീമിനെ പ്രശംസിച്ചുകൊണ്ട് പങ്കുവച്ച പോസ്റ്റിന് താഴെ പോലും നഖ്വിയുടെ കരച്ചിൽ നമ്മൾ കണ്ടതാണ്. പാകിസ്ഥാൻ പൗരന്മാരുടെ എക്സ് അക്കൗണ്ടുകൾ ഇന്ത്യയിൽ ലഭ്യമല്ലാത്തതിനാൽ ഇതിന്റെ സ്ക്രീൻഷോട്ടുകൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. യുദ്ധം നിങ്ങളുടെ അഭിമാനത്തിന്റെ അളവുകോലായിരുന്നുവെങ്കിൽ പാകിസ്ഥാന്റെ പക്കൽ നിന്നുള്ള നിങ്ങളുടെ അപമാനകരമായ തോൽവികളുടെ ചരിത്രം ഇതിനകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ക്രിക്കറ്റ് മത്സരത്തിനും ആ സത്യം മാറ്റി എഴുതാൻ കഴിയില്ല. യുദ്ധത്തെ കായിക രംഗത്തേക്ക് വലിച്ചിഴയ്ക്കുന്നത് നിരാശയെ തുറന്നു കാട്ടുകയും കളിയുടെ മാന്യതയെ തന്നെ അപമാനിക്കുകയും ചെയ്യുമെന്നാണ് നഖ്വി പറഞ്ഞത്. പാകിസ്ഥാൻ താരങ്ങളോട് യാതൊരു തരത്തിലും സഹകരിക്കേണ്ടെന്നാണ് ഇന്ത്യയുടെ നിലപാട്. ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ടൂർണമെന്റിന് മുന്നോടിയായുള്ള വാർത്താ സമ്മേളനത്തിലും പാക് ക്യാപ്റ്റന് ഹസ്തദാനം നൽകാൻ തയ്യാറായില്ലായിരുന്നു. മത്സരത്തിന് ശേഷം പാകിസ്ഥാൻ താരങ്ങൾക്ക് ഹസ്തദാനം നൽകാനും ഇന്ത്യൻ താരങ്ങളും തയ്യാറായില്ല. ഇതെല്ലാം വലിയ വിവാദമാവുകയും ചർച്ചയ്ക്ക് വഴി തുറക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഫൈനലിന് ശേഷമുള്ള ട്രോഫി ബഹിഷ്കരണവും. ഇന്ത്യക്ക് മുന്നിൽ തല താഴ്ത്തി നിൽക്കുന്ന പാകിസ്ഥാന് നിലവിൽ ആശ്വസിക്കാനുള്ളത് ഈ ട്രോഫി നൽകാത്തത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ മൊഹസിനും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡും അല്പം വാശി കാട്ടുമെന്ന് തന്നെ പറയാം. ഏതായാലും മൊഹസിന്റെ ആവശ്യത്തിന് ഇന്ത്യ വഴങ്ങില്ല എന്നുള്ളത് 100-ൽ 110% ഉറപ്പാണ്. നിയമപരമായി തന്നെ ഇക്കാര്യത്തെ നേരിടാനും BCCI ശ്രമിക്കുക. ഇത് ഫലം കാണാത്ത പക്ഷം BCCI കടുത്ത നീക്കങ്ങളിലേക്ക് കടന്നേക്കാനുള്ള സാധ്യതയുമുണ്ട്. ICCയിൽ പരാതി അടക്കം നൽകാനുള്ള സാധ്യതയും കൂടുതലാണ്. മൊഹസിൻ ആവശ്യപ്പെടുന്നത് പ്രകാരം ഇന്ത്യ സ്വന്തം ചെലവിൽ സമ്മാനദാന ചടങ്ങ് സംഘടിപ്പിക്കുക എന്നത് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ സാഹചര്യത്തിൽ വലിയ നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതകൾ ഏറെയാണ്. ചാമ്പ്യന്മാരായിട്ടും കിരീടം നൽകാത്തത് ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ വിചിത്ര സംഭവമാണെന്ന് നമുക്ക് പറയാം. ഇന്ത്യ മൊഹസിനിൽ നിന്ന് കിരീടം വാങ്ങില്ലെന്ന നിലപാടാണ് സ്വീകരിച്ചത്. എന്നാൽ മറ്റൊരാൾ ഇന്ത്യക്ക് കിരീടം നൽകി വിവാദം അവസാനിപ്പിക്കാമായിരുന്നു. പക്ഷേ അതൊന്നും നടന്നില്ല. അപ്പോഴാണ് ഈ കപ്പുമായിട്ട് ഡ്രസ്സിംഗ് റൂമിലേക്കോ അല്ലെങ്കിൽ അയാൾ അവിടെ നിന്ന് സ്ഥലം വിട്ടത്. ഏതായാലും ഇപ്പോഴത്തെ ഈ ഒരു സംഭവം കൂടി വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ഏതായാലും ഇന്ത്യ ചാമ്പ്യന്മാരായിട്ട് കിരീടം ലഭിക്കാതെ പോയത് ദൗർഭാഗ്യകരമായ സംഭവമാണ് എന്ന് തന്നെ പറയാം. പക്ഷെ എന്നിരുന്നാലും ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഇന്ത്യൻ ടീം ആ ഒരു കപ്പ് സ്വീകരിക്കാതിരുന്നത് എന്തായാലും അത് നാളത്തെ തലമുറ അല്ലെങ്കിൽ ചരിത്രത്തിൽ അത് തീർച്ചയായിട്ടും അത് പറയും. അത് ഓരോ ഇന്ത്യൻ പൗരനും ഏറെ ഒരു രോമാഞ്ചം വന്നിട്ടുള്ള ഒരു നിമിഷം കൂടിയായിരുന്നു. എന്തായാലും ഇനി എന്തായിരിക്കും തീരുമാനം എടുക്കുക, ഇന്ത്യക്ക് അനുകൂലമായിരിക്കും തീരുമാനം എന്നുള്ളത് യാതൊരു സംശയം വേണ്ട. ഏഷ്യ ക്രിക്കറ്റ് കൗൺസിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. അന്തിമ തീരുമാനം ഇന്ത്യക്ക് അനുകൂലമായിരിക്കുമെന്ന് തന്നെ നമുക്ക് പറയാം.